ഹലോ മൈ ഡിയർ ഇമ്പാക്ടേഴ്സ്, വെൽക്കം ടു LN ഇമ്പാക്ട്സ്. ഇവിടെയുള്ള കുറേ പേർക്ക് എന്നെ അറിയാമായിരിക്കും. എന്നാലും എന്നെ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ലൈല നസീം. ബേസിക്കലി ഒരു എഞ്ചിനീയർ ആണ്. ദെൻ ഐ ടേൺഡ് ഇൻ ടു എ ട്രെയിനർ ആൻഡ് കോച്ച്. ഇന്ന് ഞാൻ റിലേഷൻഷിപ്പ് എക്സ്പേർട്ടാണ്, അതേപോലെ തന്നെ പേഴ്സണൽ ഇമ്പാക്ട് കോച്ചാണ്, അതേപോലെ തന്നെ പബ്ലിക് സ്പീക്കിംഗ് മെന്ററും കൂടിയാണ്. അപ്പോൾ ഇന്ന് നമ്മളുടെ ഈ ഒരു ഗ്രൂപ്പിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താന്ന് വെച്ചാല്, അടുത്ത 30 ദിവസത്തേക്ക് നമ്മളൊരു ജേർണി സ്റ്റാർട്ട് ചെയ്യാണ് ഇവിടെ. എന്തിന്റെ ജേർണി? ജേർണി ത്രൂ ദ ബുക്ക് വാബി സാബി. ഈ ഒരു ബുക്ക് ഇത് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് 3 സെക്ഷൻ ആയിട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ 30 ദിവസം എന്ന് പറയുന്നത് സെക്ഷൻ 1 10 ദിവസം, സെക്ഷൻ 2 10 ദിവസം, സെക്ഷൻ 3 10 ദിവസം. ആ രീതിയിലാണ് ഇത് ക്രമീകരിച്ചിട്ടുള്ളത് കേട്ടോ. വാബി സാബി എന്ന് പറയുന്നത് ഒരു ജാപ്പനീസ് വിസ്ഡം ഫോർ എ പെർഫെക്റ്റ്ലി ഇംപെർഫെക്റ്റ് ലൈഫ് എന്ന ടോപ്പിക് നമ്മളുടെ ഓതർ ബെത്ത് കെംപ്റ്റൺ എഴുതിയ ബുക്കാണ് കേട്ടോ. അപ്പൊ ഇനി തൊട്ട് നമ്മൾ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു പുസ്തകത്തോട് കൂടിയാണ്. സോ ഐ എം ഇൻവൈറ്റിംഗ് ഈച്ച് ആൻഡ് എവ്രി വൺ ഓഫ് യു ഇൻ ടു ദ സെഷൻ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ഒന്ന് പ്രിപ്പയർ ചെയ്യുക, സ്വന്തത്തിനെ തന്നെ സ്വസ്ഥമായിട്ടിരിക്കുക, കണ്ണുകൾ അടക്കുക. Take a slow breath in and gently release. ഒന്നുകൂടി ഒരു സ്ലോ ബ്രെത്ത് ഉള്ളിലേക്ക് എടുക്കുക, അതേപോലെ ജെന്റലായിട്ട് റിലീസ്. അപ്പൊ ഞാൻ നിങ്ങളെ ഇന്ന് ഇൻവൈറ്റ് ചെയ്യുന്നത് ഇൻടു എ സ്പേസ് ഓഫ് സോഫ്റ്റ്നെസ്. നമ്മളെല്ലാവരും ജീവിക്കുന്ന ഈ ഒരു വേൾഡ് പറയുന്നത് എല്ലാവർക്കും വേണ്ടത് എന്താണ്? പെർഫെക്ഷൻ. പെർഫെക്റ്റ് ആയിട്ടുള്ള ശരീരം, പെർഫെക്റ്റ് ആയിട്ടുള്ള വീട്, പെർഫെക്റ്റ് ആയിട്ടുള്ള ജോലി, പെർഫെക്റ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ്. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളില് നമ്മളെല്ലാവരും ടയേർഡായിട്ടുണ്ട്. എന്തുകൊണ്ടാ ടയേർഡായേ? ടയേർഡ് ഓഫ് ട്രൈങ് ടു ബി സംവൺ ദാറ്റ് വി ആർ നോട്ട്. നമ്മൾ പെർഫെക്റ്റ് ആയിട്ടില്ല, പക്ഷെ പെർഫെക്റ്റ് ആയിട്ട് അഭിനയിക്കാൻ ശ്രമിക്കുകയാണ് നമ്മൾ. അവിടെയാണ് നമ്മളുടെ വാബി സാബി ബുക്ക് വരുന്നത് കേട്ടോ. സോ എന്താണ് ഈ വാബി സാബി? വാബി സാബി എന്ന് പറയുന്നത് ഒരു ജാപ്പനീസ് ഫിലോസഫിയാണ്. അതിലെന്താ പറയുന്നതെന്നറിയോ? ഒന്നും പെർഫെക്റ്റ് അല്ല, ഒന്നും പെർമനന്റ് അല്ല, ഒന്നും കംപ്ലീറ്റും അല്ല. ഇത് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരു സങ്കടം ഉണ്ടല്ലേ? പടച്ചോനെ, ഒന്നും പെർഫെക്റ്റ് അല്ല, ഒന്നും പെർമനന്റും അല്ല, ഒന്നും കംപ്ലീറ്റും ആവില്ല. ഷോ. പക്ഷെ ശരിക്കും ഒന്ന് ചിന്തിച്ച് നോക്കിയേ, ഈ ഒരൊറ്റ നത്തിങ് ഈസ് പെർഫെക്റ്റ്, നത്തിങ് ഈസ് പെർമനന്റ്, നത്തിങ് ഈസ് കംപ്ലീറ്റ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ആക്ച്വലി ഒരു ഡീപ്പ് ഫ്രീ ഫീലിംഗ് അല്ലേ വരണ്ടേ? കാരണം എന്താ? യു ഡോണ്ട് ഹാവ് ടു ബി പെർഫെക്റ്റ് ടു ബി വർത്തി എന്നല്ലേ പറയുന്നത്. ഒന്നും പെർഫെക്റ്റ് അല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് സന്തോഷമല്ലേ? ഓ ശരി, എല്ലാവരും ഇങ്ങനെ തന്നെയാണല്ലേ. ഒന്നും പെർമനന്റ് അല്ല എന്ന് പറയുമ്പോഴും ഓ ആണല്ലേ, അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ അവസ്ഥയൊക്കെ മാറുമല്ലേ, നമുക്കൊരു സമാധാനമല്ലേ അവിടെ കിട്ടുന്നേ. എന്തുകൊണ്ടാണ് ഈ പെർഫെക്ഷൻ ഒരു ട്രാപ്പ് ആയത്? പെർഫെക്ഷൻ നമുക്ക് എന്താ പറഞ്ഞിരുന്നേ? നീ ഒരിക്കലും ഫെയിൽ ആവാൻ പാടില്ല, ഒരു കാരണവശാലും ഫെയിൽ ആവാൻ പാടില്ല, നീ നിന്റെ വീക്ക്നെസ് ഒരാൾക്കും കാണിച്ചു കൊടുക്കാൻ പാടില്ല. പക്ഷെ നിങ്ങൾക്കൊക്കെ അറിയാലോ, ഈ പെർഫെക്ഷൻ എന്ന് പറഞ്ഞ സംഭവം ഒരിക്കലും സമാധാനമല്ല തരുന്നത് അല്ലേ? നമുക്കൊരു പേടിയല്ല തരുന്നത്. ഫിയർ ഓഫ് ജഡ്ജ്മെന്റ്, ഫിയർ ഓഫ് റിജക്ഷൻ ഉണ്ട്, ഫിയർ ഓഫ് നോട്ട് നോയിങ് ഇനഫ്. ഞാൻ അവിടെ എത്തിയോ, എന്നെ കൊണ്ട് പറ്റുമോ അല്ലേ? അങ്ങനത്തെ ഒക്കെ കുറെ ചിന്തകളാണ് നമുക്ക് പെർഫെക്ഷന്റെ ബാക്കിൽ ഓടുമ്പോൾ കിട്ടുന്നത്. പക്ഷെ വാബി സാബി നമ്മളെ പഠിപ്പിക്കുന്നത് സോഫ്റ്റർ വേ ഓഫ് ലിവിങ് ആണ്. Seeing beauty in imperfection. ജപ്പാനില് there is an art called കിങ്സുഗി. അതെന്താ സംഭവം എന്ന് പറയാം. കിങ്സുഗി അവര് ഒരു ബൗള്, നമ്മളെ പാത്രങ്ങളില്ലേ, പൊളിയുന്ന പാത്രങ്ങള്, അത് പൊളിഞ്ഞു എന്ന് വിചാരിക്കട്ടെ, പൊട്ടി പൈസായി. നമ്മളെ നാട്ടിൽ എന്താ ചെയ്യാ? നമ്മളെടുത്ത് കളയോ അല്ലേ? ജപ്പാനിൽ ഈ പാത്രങ്ങൾ എന്താ ചെയ്യണമെന്നറിയോ? ഇവരിത് റിപ്പയർ ചെയ്യും വിത്ത് ഗോൾഡ്. ഇവരെന്ത് ചെയ്യും എന്ന് വെച്ചാൽ ആ ക്രാക്ക് വീണ സ്ഥലങ്ങളൊക്കെ ഗോൾഡ് വെച്ചിട്ട് ഹൈഡ് ചെയ്യും. നന്നായിട്ട് അവിടെ പശയൊക്കെ തേച്ച് അതിന്റെ പുറത്ത് ഗോൾഡൻ കളറൊക്കെ കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്യും. അവരെന്താ പറയുന്നതെന്ന് വെച്ചാൽ ഓരോ ക്രാക്കിനും ഓരോ സ്റ്റോറി ഉണ്ട് പറയാൻ വേണ്ടിയിട്ടെന്നാ. നമ്മളുടെ ലൈഫ്, നമ്മളുടെ ജീവിതവും ഈ പാത്രം പോലെയാണ്.
നമുക്കും ഹാർട്ട് ബ്രേക്സ് വരാം, മിസ്റ്റേക്സ് വരാം, സ്ട്രഗിൾസ് വരാം. They don't make you broken. Actually, you are making yourself a beautiful human. ഒരുപാട് എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക് അതിൽ ത്രൂ കിട്ടുന്നത്. ഒരുപാട് ലേണിങ്സ് ആണ് കിട്ടുന്നത്. ഇനി നിങ്ങളോട് ചോദിക്കേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. പേഴ്സണൽ റിഫ്ലക്ഷൻ പാർട്ടാണ്. നിങ്ങൾ സ്വന്തത്തിനോട് ചോദിക്കാം, ഞാൻ ഏതൊക്കെ കാര്യത്തിലാണ് പെർഫെക്ഷന്റെ ബാക്കിൽ ഓടുന്നത്? ഞാൻ എന്തിനാണ് ഇങ്ങനെ ഞാൻ അല്ലാത്ത ആളാവാൻ പേടിക്കുന്നത്? ഏത് പാട്ട്, എൻ്റെ ജീവിതത്തിന്റെ ഏത് ഭാഗമാണ് ഞാൻ ഹൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്? സ്വസ്ഥമായിരുന്ന് ഒന്ന് ആലോചിച്ചിട്ട് എഴുതാട്ടോ. Let's choose peace over perfection today. Repeat with me. Affirmations ആണ്. പറയാ, I am enough. I am enough. I am enough. എപ്പോഴും ഓർക്കാട്ടോ, യു ആർ ഓൾറെഡി വർത്ത്. ബാക്കി നമുക്ക് നാളെ കേൾക്കാം.